പ്ലസ് വൺ എക്കണോമിക്സിലെ ഇന്നത്തെ ഫോക്കസ് ഏരിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഭാഗത്തെ മൂന്നാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. ഇതിനകത്ത് നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് റോ ഡാറ്റ എന്ന ടോപ്പിക് ചർച്ച ചെയ്തുകൊണ്ട് ഈ ചാപ്റ്റർ ആരംഭിക്കാം. റോ ഡാറ്റ അഥവാ അസംസ്കൃത ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത അതേ രൂപത്തിലുള്ള ഡാറ്റയാണ് റോ ഡാറ്റ. അഥവാ നമ്മൾ ക്ലാസ്സുകളായിട്ടോ ഗ്രൂപ്പുകളായിട്ടോ ഒന്നും തിരിക്കാത്ത ഒറിജിനൽ ഫോമിലുള്ള ഡാറ്റയാണ് റോ ഡാറ്റ. ദ ഡാറ്റ കളക്റ്റഡ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ഇസ് കോൾഡ് റോ ഡാറ്റ. ഇറ്റ് ഈസ് അൺഓർഗനൈസ്ഡ് ഇൻ നേച്ചർ. അതാണ്. ഇനി എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ? ഡാറ്റയുടെ വർഗീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഡാറ്റയെ ചില സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ, ചില യോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായിട്ടോ ക്ലാസ്സുകളായിട്ടോ വേർതിരിക്കുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുക. ഡാറ്റയെ ചില സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ, സിമിലാരിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായിട്ടോ ക്ലാസ്സുകളായിട്ടോ വേർതിരിക്കുന്നതിനാണ് classification of data. It is the process of arranging data in groups or classes according to similarities. അല്ലേ? അപ്പോൾ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. There are 4 types of classification. ഒന്നാമത്തത് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ അഥവാ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. രണ്ടാമത്തെ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സമയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. നാലാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ അളവിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിലെ ഓരോന്നും വളരെ വിശദമായിട്ട് ഉദാഹരണ സഹിതം നമുക്കൊന്ന് പരിശോധിക്കാം. ജിയോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്താണത്? സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വർഗീകരിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ജിയോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വർഗീകരിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ്. അല്ലേ? അതിന്റെ താഴെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണം ശ്രദ്ധിക്കൂ. ഈ ടേബിളായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ 5 രാജ്യങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ടാമത്തെ കോളത്തിൽ ആ രാജ്യത്തെ ജനസംഖ്യയും പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇവിടെ ജനസംഖ്യയെ നമ്മൾ വേർതിരിച്ചത് രാജ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ വർഗീകരിക്കുമ്പോഴാണ് അതിനെ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വർഗീകരിക്കുമ്പോഴാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഇവിടെ വർഷം, മാസം, ആഴ്ചകൾ ഇതൊക്കെ വർഗീകരണത്തിന് മാനദണ്ഡമാക്കി എടുക്കുമ്പോഴാണ് അത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആവുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കോളത്തിൽ വർഷമാണ് കാണിച്ചിട്ടുള്ളത്, രണ്ടാമത്തെ കോളത്തിൽ സെയിൽസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെയിൽസ് നമ്മൾ വർഗീകരിച്ചത്, ക്ലാസിഫൈ ചെയ്തത് വർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഥവാ സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെ? ഓരോ വർഷത്തെയും സെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വർഗീകരിക്കുമ്പോൾ അത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി മൂന്നാമത്തേലേക്ക് വരുമ്പോൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ചില ക്വാളിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഗുണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഡാറ്റയെ വർഗീകരിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. ഇവിടെ സ്ത്രീയുടെയും അതുപോലെ തന്നെ പുരുഷന്റെയും ലിറ്ററസി റേറ്റ് ആണ്, ബീഹാർ എന്ന് പറയുന്ന പ്രദേശത്തെ ലിറ്ററസി റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ? ഇപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ആധാരമാക്കിയത്, അത് സാക്ഷരതാ നിരക്ക് പരിശോധിക്കുന്നതിന് ആധാരമായത് മെയിലാണോ ഫീമെയിലാണോ അതോ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. അല്ലെ? അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടാണ്. സോ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതെന്ത് പറയുക? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ചില ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ, ചില ആട്രിബ്യൂട്ട്സിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഇനി മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. നമുക്ക് അളന്നെടുക്കാൻ കഴിയുന്ന ചില സവിശേഷതകൾ കൊണ്ട് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ ഹൈറ്റ് അളക്കാൻ പറ്റും, വെയിറ്റ് അളക്കാൻ പറ്റും, ഏജ് ഗ്രൂപ്പ് പറയാൻ പറ്റും, അതെ, പ്രൈസ് അത് പറയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റികളാണ്. അല്ലേ? അപ്പോൾ ഈ ഹൈറ്റ്, വെയിറ്റ്, ഏജ്, പ്രൈസ് ഇതൊക്കെ നമുക്ക് അളക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ അളക്കാൻ കഴിയുന്ന വസ്തുതകൾ കൊണ്ട് നമ്മൾ ഡാറ്റയെ വർഗീകരിക്കുമ്പോൾ അതിനെന്താ പറയുക? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അതിൽ ഇവിടെ ഞാനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്.
ആദ്യത്തെ കോളത്തിൽ ഏജ് ഗ്രൂപ്പ്, ഏജിന്റെ അടിസ്ഥാനത്തിലാണ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന അർത്ഥം. രണ്ടാമത്തെ കോളത്തിൽ പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ജനസംഖ്യ എത്രയാണ് എന്നാണ് കണക്കാക്കുന്നത്, അല്ലെ? 25 വയസ്സ് വരെയുള്ള 50, 25 മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾ 30%, 50 മുതൽ 75 വയസ്സ് വരെയുള്ളത് 17%. അഥവാ നമ്മൾ ഇവിടെ വേർതിരിച്ചത്, പോപ്പുലേഷനെ വേർതിരിച്ചത് ഏജ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഈ വർഗീകരണം നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിൽ നിന്നും ചെറിയ മാർക്കിനാണെങ്കിലും ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്താണെന്നും ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണെന്നും വേർതിരിക്കണം. വേരിയബിൾ എന്താണെന്ന് നമുക്കറിയാം. വേരിയബിൾ ചേഞ്ചിങ് വാല്യൂസ്, അഥവാ മാറ്റം വരുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. അത് രണ്ട് രീതിയിലുണ്ട്, കണ്ടിന്യൂസ് വേരിയബിൾ എന്നും ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നും. എന്താ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എ വേരിയബിൾ ദാറ്റ് വിച്ച് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം ഏത് ന്യൂമറിക്കൽ വാല്യൂ എടുക്കാം. അതിൽ പൂർണ്ണസംഖ്യ ഉണ്ടാവാം, ഭിന്നസംഖ്യ ഉണ്ടാവാം, ഡെസിമൽസ് ഉണ്ടാവാം, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടാവാം. ഏത് തരത്തിലുള്ള സംഖ്യയും എടുക്കാവുന്ന ഒരു വേരിയബിൾസ് ആണ് കണ്ടിന്യൂസ് വേരിയബിൾസ്. എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിളിലേക്ക് പോകുമ്പോൾ അത് സെർട്ടിൽ വാല്യൂസ് അഥവാ പൂർണ്ണസംഖ്യകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അഥവാ 2, 3, 4 അങ്ങനെ പരിഗണിക്കാം. 2.5 അങ്ങനെ പരിഗണിക്കൂല. 1/2 പരിഗണിക്കുക, ഭിന്നസംഖ്യകൾ പരിഗണിക്കൂല, ഡെസിമൽസ് പരിഗണിക്കൂല. പൂർണ്ണസംഖ്യകൾ മാത്രം, സെർട്ടിൻ വാല്യൂസ് മാത്രം പരിഗണിക്കുന്ന വേരിയബിൾസ് ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ചെറിയ മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സംഖ്യയും പരിഗണിക്കുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ, പൂർണ്ണസംഖ്യകൾ മാത്രം പരിഗണിക്കുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ആണ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഡാറ്റയെ ചില ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രമപ്രകാരം അറേഞ്ച് ചെയ്യുന്നതിനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. അഥവാ നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഡാറ്റയെ ക്രമപ്രകാരം അറേഞ്ച് ചെയ്യുന്നതിനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറയുക. 3 തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ഉണ്ട്. ഒന്നാമത്തത് ഇൻഡിവിജ്വൽ സീരീസ്, രണ്ടാമത്തെ ഡിസ്ക്രീറ്റ് സീരീസ്, മൂന്നാമത്തത് കണ്ടിന്യൂസ് സീരീസ്. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. എന്താണ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ? അതിന്റെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിന്റെ പേരാണ് സിമ്പിൾ അറേ. ഇൻഡിവിജ്വൽ സീരീസിൽ ഓരോ വാല്യൂവും ഓരോ ഡാറ്റയും ഒരു തവണ മാത്രമാണ് വരുന്നത്, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അഥവാ ഇൻഡിവിജ്വൽ സീരീസിലെ ഡാറ്റ സിംഗിൾ ആയിട്ടാണ് പറയുന്നത്, അല്ലെ? അതിന്റെ കൂടെ ഫ്രീക്വൻസിയോ മറ്റോ ഒന്നുമില്ല, അല്ലെ? അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലെ ഡാറ്റയെ നമുക്ക് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യാം. അഥവാ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും അറേഞ്ച് ചെയ്യാം. ഉദാഹരണമായിട്ട് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് റോൾ നമ്പറിന് നേരെയുള്ള മാർക്കാണ് വേരിയബിൾ ആയിട്ട് ഡാറ്റ ആയിട്ട് തന്നിട്ടുള്ളത്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അല്ലെ? 1 നേരെയുള്ള മാർക്ക് 50 ആണ്, 2 നേരെയുള്ള മാർക്ക് 40 ആണ്, 3 നേരെയുള്ള മാർക്ക് 52 ആണ്. ഇതൊരിക്കലും ഈ ഡാറ്റ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതാണ് പ്രത്യേകത. സിംഗിൾ ആയിട്ടാണ് ഡാറ്റ പറയുക. എന്നാൽ ഡിസ്ക്രീറ്റ് സീരീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെ ഡാറ്റ ഫ്രീക്വൻസിയോട് കൂടിയാണ് പറയുക. എന്ന് വെച്ചാൽ അതിനകത്ത് ഡാറ്റകൾ റിപ്പീറ്റ് ചെയ്തു വരുന്നു, അല്ലെങ്കിൽ ഐറ്റംസ് റിപ്പീറ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് നമുക്ക് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഒക്കെ ഈ സീരീസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് സീരീസിലെ വാല്യൂസ് അല്ലെങ്കിൽ ഐറ്റംസ് റിപ്പീറ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇതിനകത്ത് 2 കോളം ഉണ്ട്. ഒന്നാമത്തെ കോളത്തിൽ ചിൽഡ്രൻ പെർ കപ്പിൾ, അല്ലെ? ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണമാണ് പറയുന്നത്, അല്ലെ? ഓക്കെ, ഒരു കുട്ടിയുള്ള കുടുംബം, 2 കുട്ടിയുള്ള കുടുംബം, 3 കുട്ടിയുള്ള കുടുംബം. നമ്പർ ഓഫ് കപ്പിൾസ്, അല്ലെ? ജോഡികളുടെ എണ്ണം അല്ലെങ്കിൽ കുടുംബത്തിന്റെ എണ്ണം. അപ്പോൾ ഒരു കുട്ടിയുള്ള കുടുംബം 5 എണ്ണം, 2 കുട്ടികളുള്ള കുടുംബം 10 എണ്ണം, 3 കുട്ടിയുള്ള കുടുംബം 3 എണ്ണം. അഥവാ 1 5 തവണ റിപ്പീറ്റ് ചെയ്തു, 2 10 തവണ റിപ്പീറ്റ് ചെയ്തു, 3 തവണ റിപ്പീറ്റ് ചെയ്തു. അഥവാ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ ഫ്രീക്വൻസിയോട് കൂടി അല്ലെങ്കിൽ ആവൃത്തിയോട് കൂടി പറയുമ്പോഴാണ് അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി അരേ എന്ന് പറയുക. രണ്ടും ഒന്നാണ്. ഫ്രീക്വൻസി അരേയും ഡിസ്ക്രീറ്റ് സീരീസും ഒന്നാണ്. മൂന്നാമത്തത് കണ്ടിന്യൂസ് സീരീസ് ആണ്. ഈ കണ്ടിന്യൂസ് സീരീസിന്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ ഡാറ്റ വാല്യൂസ് കണ്ടിന്യൂസ് മാനറിലാണ് നമ്മൾ പറയുക, അല്ലെ? കണ്ടിന്യൂസ് മാനറിലാണ് നമ്മൾ, കണ്ടിന്യൂസ് രീതിയിലാണ് കണ്ടിന്യൂസ് സീരീസിലെ ഡാറ്റ പറയുക. എന്ന് വെച്ചാൽ ക്ലാസ്സുകളായിട്ടാണ് പറയുക എന്നർത്ഥം, അല്ലെ? ക്ലാസ്സുകളായിട്ടാണ് പറയുക. ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ കോളത്തിൽ മാർക്കാണ് വേരിയബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സിംഗിൾ ഡാറ്റ ആയിട്ടല്ല പറയുന്നത്, പകരം ക്ലാസ്സുകളായിട്ടാണ് അഥവാ കണ്ടിന്യൂസ് മാനറിലാണ് പറഞ്ഞിട്ടുള്ളത്. 0 to 30, 30 to 60,
60 to 90 അല്ലേ? നോക്കൂ, 0 to 30 എന്ന് പറഞ്ഞാൽ 0 മുതൽ 30 വരെയുള്ള എല്ലാ സംഖ്യയും അതിനകത്ത് വരുന്നു, അഥവാ കണ്ടിന്യൂസ് മാനറിലാണ്. 30 to 60 എന്ന് പറഞ്ഞാൽ 30 മുതൽ 60 വരെയുള്ള എല്ലാ സംഖ്യയും അതിനകത്ത് വരുന്നു, അത് കണ്ടിന്യൂസ് മാനറിലാണ്. ഇതിന്റെ കൂടെ ഇതിനകത്തുള്ള ഫ്രീക്വൻസി ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ആവൃത്തി വിതരണ പട്ടിക. എന്താണത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ച ഡാറ്റയെ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് വിവിധ ക്ലാസ്സുകളായിട്ട് തിരിക്കുകയും അതിനു നേരെ അതിന്റെ ഫ്രീക്വൻസി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ലഭിച്ച ഡാറ്റയെ മൊത്തമായിട്ട് ക്ലാസ്സുകളായിട്ട് വേർതിരിക്കുകയും അതിന്റെ നേരെ അതിന്റെ ഫ്രീക്വൻസി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സെലക്ഷൻ ഓഫ് ക്ലാസ്, അതിന്റെ ക്ലാസിന്റെ സെലക്ഷൻ, ക്ലാസ് ലിമിറ്റ്സ്, ക്ലാസിന്റെ പരിധികൾ, ക്ലാസ് ഇന്റർവെൽ, ക്ലാസിന്റെ ഇടവേള അല്ലെങ്കിൽ ക്ലാസിന്റെ വിഡ്ത്ത്, ക്ലാസ് മിഡ് പോയിന്റ്, ക്ലാസിന്റെ മധ്യ വാല്യൂ എന്താണെന്ന്, ക്ലാസ് ഫ്രീക്വൻസി അല്ലെ, ക്ലാസ് ഫ്രീക്വൻസി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. സാധാരണഗതിയിൽ ഒരു ക്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ആ ക്ലാസ്സുകളുടെ എണ്ണം വളരെയധികം കൂടാൻ പാടില്ല അല്ലെ, അതേസമയം വളരെയധികം കുറയാനും പാടില്ല. ക്ലാസിന്റെ എണ്ണം വളരെയധികം കൂടാനോ വളരെയധികം കുറയാനോ പാടില്ല അല്ലെ. സാധാരണഗതിയിൽ നമ്മളെ ക്ലാസ്സുകളുടെ ഒരു ഫോർമാറ്റാണ്, എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തുള്ളത്. ക്ലാസ് 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, ഈ ഫോർമാറ്റിൽ ക്ലാസ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. അത് വളരെയധികം കൂടാനും പാടില്ല, വളരെയധികം കുറയാനും, എണ്ണം വളരെയധികം കുറയാനും പാടില്ല. ഇനി ക്ലാസ് ലിമിറ്റ് ആണ്. എന്താണ് ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലാസ്സിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂയും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂമാണ് ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ 20, 30 എന്നുള്ളൊരു ക്ലാസ് എടുത്തു. 20, 30 എന്നുള്ളൊരു ക്ലാസ് എടുത്തു. ഈ ക്ലാസ്സിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ 20 ആണ്. ഇതിന് നമ്മൾ ലോവർ ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ ക്ലാസ് ലിമിറ്റ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂവിനെ ലോവർ ലിമിറ്റ് എന്ന് പറയും. ഏറ്റവും ഉയർന്ന വാല്യൂ 30 ആണ്. ഇതിന് നമ്മൾ അപ്പർ ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാല്യൂവിനെ, ഒരു ക്ലാസ്സിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂവിനെ ലോവർ ലിമിറ്റ് എന്നും ഏറ്റവും ഉയർന്ന വാല്യൂവിനെ അപ്പർ ലിമിറ്റ് എന്നും പറയും. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ക്ലാസ് ഇന്റർവെല്ലാണ്. എന്താ ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരു ക്ലാസ്സിലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്ലാസ് ഇന്റർവെൽ. ഇത് ഉയർന്ന വാല്യൂവും താഴ്ന്ന വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്ലാസ് ഇന്റർവെൽ അല്ലെ. ഇവിടെ ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയാം, 50, 100 അല്ലെ, ഇതാണ് ഒരു ക്ലാസ്. ഇതിൽ ക്ലാസ് ഇന്റർവെൽ എന്താണ് അല്ലെ? ക്ലാസ് ഇന്റർവെൽ ഇതിലെ ഏറ്റവും ഉയർന്ന സംഖ്യയിൽ നിന്നും താഴ്ന്ന സംഖ്യ കുറച്ചാൽ മതി, അതാണ് ക്ലാസ് ഇന്റർവെല്. ഏറ്റവും ഹയസ്റ്റ് വാല്യൂയിൽ നിന്നും ലോവസ്റ്റ് വാല്യൂ കുറച്ചാൽ മതി, അതാണ് ക്ലാസ് ഇന്റർവെൽ. അപ്പൊ നമ്മൾ 100 നിന്നും 50 കുറച്ചാൽ എന്ത് കിട്ടും? ക്ലാസ് ഇന്റർവെല് കിട്ടും. ഇനി ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കാൻ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും പരസ്പരം കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. ക്ലാസ് മിഡ് പോയിന്റ് കിട്ടുകയാണെങ്കിൽ, ക്ലാസിന്റെ മധ്യ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് വേണം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പരസ്പരം കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ ക്ലാസ് മിഡ് പോയിന്റ് ലഭിക്കും. ഇനി ക്ലാസ് ഫ്രീക്വൻസി ആണ് അല്ലെ. ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ക്ലാസ്സിന് നേരെയുള്ള ഒബ്സർവേഷൻസിന്റെ എണ്ണം അല്ലെങ്കിൽ വാല്യൂസിന്റെ എണ്ണമാണ് ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓരോ ക്ലാസിന്റെ നേരെയുള്ള വാല്യൂസിന്റെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുക? ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയുക. അത് നമ്മൾ രേഖപ്പെടുത്തണം. എങ്ങനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നിർമ്മിച്ചെടുക്കാമെന്നത് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. 100% പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ തന്നിരിക്കുന്ന റോ ഡാറ്റയാണ്, അസംസ്കൃത ഡാറ്റയാണ്. ഇതിനെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലേക്ക് മാറ്റണം. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങൾ നിരന്തരമായിട്ട് ചോദ്യപേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 100% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇടം പിടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നമ്പർ ഓഫ് ക്ലാസ്സസ് തീരുമാനിക്കണം. എത്ര ക്ലാസ് വേണം തീരുമാനിക്കണം. ഇങ്ങനെ എത്ര ക്ലാസ് വേണം എന്നതിന് കൃത്യമായിട്ടുള്ള റൂളൊന്നുമില്ല. പക്ഷേ ഏറ്റവും മിനിമം 5 ക്ലാസ്സെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മാക്സിമം ആയി കഴിഞ്ഞാൽ ഒരു 15 കൂടാണ്ടിരിക്കണം നല്ലത്. അപ്പോൾ വല്ലാണ്ട് ക്ലാസിന്റെ എണ്ണം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെയുള്ള ഒരു ക്ലാസ് ഫോമിംഗ് ആണ് നമ്മൾ നടത്തേണ്ടത്. ക്ലാസ് ലിമിറ്റ് തീരുമാനിക്കണം. ഇങ്ങനെയൊക്കെ തീരുമാനിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ടേബിൾ കൊടുക്കുന്നു. അതിൽ ഒന്നാമത്തെ കോളത്തിൽ ക്ലാസ് ആണ് കൊടുക്കുക, രണ്ടാമത്തെ കോളത്തിൽ ടാലി മാർക്ക്, മൂന്നാമത്തെ കോളത്തിൽ ഫ്രീക്വൻസി. ഇപ്പൊ ഈ വലത് ഭാഗത്തെ ടേബിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ.
ഇങ്ങനെ ഇതിലേക്കാണ് ഇനി നമ്മൾ ഈ ഡാറ്റയെ കൊണ്ടുവരുന്നത്. ആദ്യം നമ്മൾ ക്ലാസ്സിനെ തീരുമാനിക്കുന്നു, പിന്നീട് ടാലി മാർക്ക്, അതിന് ഓരോ ഡാറ്റയ്ക്കനുസരിച്ച് ടാലി മാർക്ക് ഇടുന്നു, പിന്നെ ഫ്രീക്വൻസി അതിന്റെ എണ്ണത്തിനനുസരിച്ച് ടാലി മാർക്കിന്റെ എണ്ണത്തിനനുസരിച്ച് ഫ്രീക്വൻസി രേഖപ്പെടുത്തുന്നു വലത് ഭാഗത്തെ കോളത്തിൽ. നമ്മുടെ കയ്യിൽ 50 ഡാറ്റകൾ അടങ്ങിയ ഒരു ചോദ്യമാണുള്ളത്. ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 6 ഏറ്റവും വലിയ വാല്യൂ 68. അപ്പം അതിൻ്റെ ഇടയിലുള്ള റേഞ്ചിലുള്ള ഒരു ഡാറ്റയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ക്ലാസ് തീരുമാനിക്കുമ്പോൾ ഈ റേഞ്ചിനകത്തുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അത് നമുക്ക് 10ൻ്റെയോ 5ൻ്റെയോ ക്ലാസ് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് 10ൻ്റെ ക്ലാസ് ഇൻ്റർവെൽ വെച്ചുകൊണ്ടുള്ളൊരു ക്ലാസ്സുകളാണ് രൂപപ്പെടുത്തുന്നത്. ഈ വലത് ഭാഗത്തെ കോളത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലാസ് ഫോം ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ ക്ലാസ് റേഞ്ച് എന്ന് പറയുന്നത് 68, ഏറ്റവും വലിയ വാല്യൂ 68, ഏറ്റവും ചെറിയ വാല്യൂ 6. ഇതിന് രണ്ടിനെയും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വേണം നമ്മൾ ക്ലാസ് രൂപപ്പെടുത്താൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 10ൻ്റെ 7 ക്ലാസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി 5ൻ്റെ ആണെങ്കിൽ 14 ക്ലാസ് ഉണ്ടാക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ച് ചോദ്യത്തിൽ 10ൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ 5ൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ക്ലാസ് രൂപപ്പെടുത്താം. ശ്രദ്ധിക്കണം, ചിലപ്പോൾ ചോദ്യത്തിൽ അങ്ങനെ വരാറുണ്ട്. നിങ്ങൾ 10ൻ്റെ ക്ലാസ്സുകൾ രൂപപ്പെടുത്തുക അല്ലെങ്കിൽ 20ൻ്റെ ക്ലാസ് രൂപപ്പെടുത്തുക, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ആ ക്ലാസ് ഇൻ്റർവെൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ 0 to 10 വരെയുള്ള ക്ലാസിൻ്റെ ടാലി മാർക്ക് എന്ന് പറയുന്നത് 4. എന്താ അതിൻ്റെ അർത്ഥം? ടാലി മാർക്ക് 4 എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ 4 എണ്ണം ഉണ്ട്. 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ 4 എണ്ണം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 10 ഇതിനകത്ത് വരുന്നില്ല. 10 തൊട്ടടുത്ത ക്ലാസ്സിലെ പരിഗണിക്കുള്ളൂ. അപ്പോൾ 9 വരെ നമ്മൾ 9 ഉൾപ്പെടെ നമ്മൾ ഇതിനകത്ത് വരും, ഒന്നാമത്തെ ക്ലാസ്സിൽ വരും. പക്ഷേ അപ്പർ ലിമിറ്റ് എവിടെ പരിഗണിക്കുള്ളൂ? നെക്സ്റ്റ് ക്ലാസ്സിലെ പരിഗണിക്കുള്ളൂ. അപ്പോൾ 10 എന്ന സംഖ്യ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിലാണോ രണ്ടാമത്തെ ക്ലാസ്സിലോ പരിഗണിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യത്തെ ക്ലാസ് പരിഗണിക്കില്ല. എല്ലാ അപ്പർ ലിമിറ്റും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ പരിഗണിക്കാൻ കഴിയുള്ളൂ എക്സ്ക്ലൂസീവ് മെത്തേഡിൽ. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇവിടെ 4 ടാലി മാർക്ക് ഇട്ടതിൻ്റെ കാരണം എന്താണ്? 4 ടാലി മാർക്ക് ഇട്ടതിൻ്റെ കാരണം 4 സംഖ്യകൾ 0നും 10നും ഇടയിൽ ഈ സീരീസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണമാണ് സംഖ്യകൾ. അതുപോലെ രണ്ടാമത്തെ ക്ലാസ് എടുത്ത് നോക്കൂ, അവിടെ ടാലി മാർക്ക് 9 9 ഉണ്ട്. അതിനർത്ഥം എന്താണ്? 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള 9 സംഖ്യകൾ അവിടെ വന്നിട്ടുണ്ട്, ആ സീരീസിൽ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഫ്രീക്വൻസി കോളത്തിൽ അത് എടുത്തെഴുതണം. ആ 9 എന്നുള്ള ഫ്രീക്വൻസി കോളത്തിൽ എടുത്തെഴുതണം. ഇങ്ങനെ ഓരോ ക്ലാസ്സിനും അനുസൃതമായിട്ട് അതിൻ്റെ ഇടയിൽ ഈ സീരീസിൽ തന്നിട്ടുള്ള സംഖ്യകൾ എത്ര എണ്ണമാണോ അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസി ആദ്യം ടാലി മാർക്ക് വെച്ച് കാണിക്കുന്നു, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി എടുത്ത് വലതു ഭാഗത്തെ കോളത്തിൽ എഴുതുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളായി. അവസാനം നിങ്ങൾ ഇങ്ങനെ ഓരോ ക്ലാസ്സിന് നേരെയുള്ള ഫ്രീക്വൻസി കൂട്ടിയെടുത്ത് അതിൻ്റെ ടോട്ടൽ അവസാനം രേഖപ്പെടുത്തണം. അപ്പോഴാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആവുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വളരെയധികം ആവർത്തിച്ച് എഴുതി അല്ലെങ്കിൽ ചെയ്ത് പഠിക്കേണ്ട സംഗതികളാണ്. ഏറ്റവും ഉറപ്പുള്ള ക്വസ്റ്റ്യനുകൾ ഒന്നാണിത്. സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബ്ലം പാർട്ടിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡും അറിഞ്ഞിരിക്കണം. ഒരു ഫ്രീക്വൻസി ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം 2 മെത്തേഡിൽ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാം. ഒന്ന് എക്സ്ക്ലൂസീവ് മെത്തേഡിലും മറ്റൊന്ന് ഇൻക്ലൂസീവ് മെത്തേഡിലും. ഇത് സ്വതന്ത്രമായിട്ട് ചോദിക്കാറുണ്ട്. ഇൻക്ലൂസീവ് മെത്തേഡിനെ എക്സ്ക്ലൂസീവ് മെത്തേഡാക്കി മാറ്റാൻ ചോദിക്കാറുണ്ട്. ഇതല്ലാതെ മറ്റു പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടി വരും. ചില ക്വസ്റ്റ്യൻസ് ഇൻക്ലൂസീവിലായിരിക്കും തന്നിട്ടുണ്ടാവുക, അതിനെ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവും ഇൻക്ലൂസീവും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഓഫ് 1 ക്ലാസ് വിൽ ബി ദ ലോവർ ലിമിറ്റ് ഓഫ് നെക്സ്റ്റ് ക്ലാസ്. ഒരു സീരീസ് എടുക്കുമ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണെങ്കിൽ അതിന് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയും. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ക്ലാസ് 0 to 10, 10, 20, 20, 30. ഇവിടെ ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെയാണ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, രണ്ടാമത് പറഞ്ഞ വാല്യൂ ആണ് അപ്പർ ലിമിറ്റ്. ഒരു ക്ലാസ്സിലെ രണ്ടാമത്തെ അറ്റം ആണ് ശരിക്ക് അപ്പർ ലിമിറ്റ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് മെത്തേഡ് പ്രകാരം അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ മാത്രം ഉൾക്കൊള്ളുന്നതാണ്.
ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ മാത്രം ഉൾക്കൊള്ളുന്നു, തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പോകില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. 0 to 9 അതൊരു ക്ലാസ് ആണ്. 10 to 19 അത് മറ്റൊരു ക്ലാസ് ആണ്. ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് അല്ല. ആദ്യത്തെ ക്ലാസ്സിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിലെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് പരസ്പരം അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ ആവുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എക്സ്ക്ലൂസീവ് ആവുമ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തതിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. ഇൻക്ലൂസീവ് ആവുമ്പോൾ ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആ ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളുന്നു, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നില്ല. ഇതാണ് വ്യത്യാസം. ഇനി ഒരു ചോദ്യം എടുത്തുകൊണ്ട് ഇൻക്ലൂസീവ് ക്ലാസ്സിന്റെ എക്സ്ക്ലൂസീവിലേക്ക് ഒന്ന് മാറ്റി നോക്കാം അല്ലേ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക്ലാസ് ഇൻക്ലൂസീവ് ക്ലാസ് ആണ് 10 to 19, 20 to 21, 30 to 39. ഇത് ഇൻക്ലൂസീവ് ക്ലാസ് ആണല്ലോ. ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് അല്ല. ഇതിന് എക്സ്ക്ലൂസീവിലേക്ക് മാറ്റാൻ ഏതാനും സ്റ്റെപ്പുകൾ ഉണ്ട്. ആദ്യം ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ എന്താണ്? 1 ആണ്. ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് 19, രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് 20. 20ഉം 19ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. എന്നിട്ട് അതിനുശേഷം ആ കിട്ടിയ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ 1നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.5. അപ്പൊ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല് ആ കിട്ടിയ സംഖ്യ 2 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ സംഖ്യ ലോവർ ലിമിറ്റിൽ നിന്ന് കുറക്കുക, അപ്പർ ലിമിറ്റിനോട് കൂട്ടുക. എന്താ ചെയ്യേണ്ടത്? എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും ആ സംഖ്യ കുറക്കണം, എല്ലാ അപ്പർ ലിമിറ്റിനോടും ആ സംഖ്യ കൂട്ടണം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ക്ലാസ് എടുത്ത് നോക്കാതെ എങ്ങനെ എക്സ്ക്ലൂസീവ് ആയതെന്ന്. ആദ്യത്തെ വാല്യൂ ലോവർ ലിമിറ്റിൽ നിന്നും 0.5 കുറച്ചു, രണ്ടാമത്തെ അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 കൂട്ടി. അപ്പോൾ ലോവർ ലിമിറ്റിൽ നിന്ന് കുറച്ചു, അപ്പർ ലിമിറ്റിനോട് കൂട്ടി. തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് നോക്കൂ, ലോവർ ലിമിറ്റ് 20 ആയിരുന്നു, അതിൽ നിന്നും 0.5 കുറച്ചു, 19.5 ആയി. തൊട്ടടുത്ത അപ്പർ ലിമിറ്റിനോട് 0.5 കൂട്ടി. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ലോവർ ലിമിറ്റും തമ്മിൽ ഡിഫറൻസ് കാണും, അതിന് 2 കൊണ്ടായിരിക്കും. ആ കിട്ടിയ സംഖ്യയെ ലോവർ ലിമിറ്റിൽ നിന്ന് കുറക്കും, അപ്പർ ലിമിറ്റിനോട് കൂട്ടും. സ്വാഭാവികമായിട്ടും ഇൻക്ലൂസീവ് ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആയി മാറുന്നു. ഇനി നമുക്ക് ഓപ്പൺ എൻഡ് ക്ലാസ് സീരീസ് ആണ് പരിശോധിക്കാനുള്ളത്. എന്താണ് ഓപ്പൺ എൻഡ് ക്ലാസ് സീരീസ് എന്ന് പറഞ്ഞാല്, തന്നിരിക്കുന്ന സീരീസിൽ ഒന്നാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് നൽകാതിരിക്കുക, അവസാനത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് നൽകാണ്ടിരിക്കുക, അതിനെ നമ്മൾ ഓപ്പൺ എൻഡ് ക്ലാസ് സീരീസ് എന്ന് പറയും. ഇപ്പോൾ ഓപ്പൺ എൻഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ നൽകാണ്ടിരിക്കുക അല്ലേ, അതാണ് ഓപ്പൺ എൻഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു വാല്യൂ നൽകാതിരിക്കുമ്പോഴാണ് അത് ഓപ്പൺ എൻഡ് ആവുന്നത്. ഇവിടെ നമുക്ക് പരിശോധിക്കാം. ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഒന്നാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ബിലോ എന്നാണ് തന്നിരിക്കുന്നത്, അവസാനത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് എബവ് എന്നാണ് തന്നിരിക്കുന്നത്. അവിടെ വാല്യൂ തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നോർമലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. മൊത്തം ബാക്കിയുള്ള ക്ലാസ്സുകളുടെ ക്ലാസ് ഇന്റർവെൽ പരിശോധിച്ചാൽ മതി. ഇപ്പോൾ 10 to 20 എത്രയാണ് അതിൽ ഡിഫറൻസ്? 10. 20, 30 തമ്മിൽ വ്യത്യാസം 10. 30, 40 തമ്മിൽ വ്യത്യാസം 10. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൊതുവെയുള്ള ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 10 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോവർ ലിമിറ്റ് ഇവിടെ ഇല്ല അല്ലേ. അപ്പൊ നിലവിലുള്ള അപ്പർ ലിമിറ്റിൽ നിന്ന് ആ ക്ലാസ് ഇന്റർവെൽ കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടുക. അപ്പൊ ആദ്യത്തെ ക്ലാസ് 0 to 10 എന്നാവും. ഇനി അവസാനത്തെ ക്ലാസ്സിൽ അപ്പർ ലിമിറ്റ് ആണ് ഇല്ലാത്തത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന അവസാനത്തെ ക്ലാസ്സിലെ ലോവർ ലിമിറ്റിനോട് ഈ പറഞ്ഞ ക്ലാസ് ഇന്റർവെൽ കൂട്ടുക. ക്ലാസ് ഇന്റർവെൽ എത്ര കിട്ടിയത്? 10. അപ്പോൾ 40നോട് 10 കൂട്ടി എത്രയാണ്? 50. അപ്പൊ ക്ലാസ് എത്രയാണ്? 40, 50 എന്നാകും ക്ലാസ്. അപ്പൊ നമുക്ക് കിട്ടി അല്ലേ. പൊതുവായിട്ടുള്ള ക്ലാസ് ഇന്റർവെൽ നോക്കിയാൽ നമുക്ക് ആ ഓപ്പൺ എൻഡ് ക്ലാസ്സിലെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി മറ്റൊന്നാണ് ശരിക്ക് അൺഈക്വൽ ക്ലാസ്സസ്. അൺഈക്വൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ അല്ലാത്ത ക്ലാസ് ഇന്റർവെല് ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ അൺഈക്വൽ ക്ലാസ്സസ് എന്ന് പറയാം. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ക്ലാസ് ഇന്റർവെല് ഒരേപോലെ അല്ലാതാവുമ്പോഴാണ് അൺഈക്വൽ ക്ലാസ് ആയി മാറുന്നത്. ഇപ്പൊ 0 to 10, 10 to 20, ഇവിടെ 20 to 25 ആണ് അല്ലേ. ഇവിടെ ക്ലാസ് ഇന്റർവെൽ ഡിഫറെന്റ് ആണ്. 25 to 30, 35, 30 to 40 അല്ലേ. ഈ രണ്ട് ക്ലാസ്സിന്റെയും ക്ലാസ് ഇന്റർവെൽ ഡിഫറെന്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് അത്. അങ്ങനെയുള്ള ക്ലാസ്സുകളെ നമുക്ക് അൺഈക്വൽ ക്ലാസ് എന്ന് പറയാം അല്ലേ. ഇതാണ് ശരിക്ക് രണ്ട് ഓപ്പൺ എൻഡ് ക്ലാസ്സും അൺഈക്വൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് യൂണിവേരിയേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ബൈവേരിയേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം.
ഇടയ്ക്കൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യൂണിവേരിയേറ്റും ബൈവേരിയേറ്റും. യൂണിവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ മാത്രമുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വേരിയബിൾസ് അഥവാ 2 വേരിയബിൾസ് ഉള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. 2ൽ കൂടുതൽ ഉണ്ടെങ്കിലോ മൾട്ടി വേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഒരു വേരിയബിൾ ഉള്ളത് യൂണിവേരിയേറ്റ്, 2 വേരിയബിൾ ഉള്ളത് ബൈവേരിയേറ്റ്, 2ലധികം വേരിയബിൾസ് ഉണ്ടെങ്കിൽ മൾട്ടി വേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ.